ട്രാവൽ ഓൺ റോഡ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഉള്ളത് ബാത് ക്രോയ്സ്നയിലാണ്. ബാത് ക്രോയ്സ്നയിലെ ഷോപ്പിംഗ് സ്ട്രീറ്റുകളിലൂടെ ഉള്ള യാത്രയിലാണ് ഞങ്ങളിന്ന്. നമ്മുടെ സൈക്കിളൊക്കെ ലോക്ക് ചെയ്ത് വയ്ക്കാനുള്ളൊരു സ്റ്റാൻഡാണ് അവർ ഈ ഒരു ഫുട്പാത്തിലൊക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബിൽഡിങ് മൊത്തം അതൊരു കാറിൻ്റെ പാർക്കിംഗ് ഏരിയ ആണ്. അങ്ങനെ ഇതൊക്കെ വിട്ട് അങ്ങനെ നേരെ ഞങ്ങളുടെ ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നടക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള സ്റ്റോണിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള രീതിയിലുള്ളൊരു സ്ട്രക്ചർ അവിടെ കണ്ടത്. ആ കാണുന്ന സ്റ്റോണിൻ്റെ സ്ട്രക്ചറിനെ വരെ ഫുട്പാത്തിൽ വളരെ ഭംഗിയോട് കൂടിയിട്ട് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് നീങ്ങി ഞങ്ങളങ്ങനെ ആൾട്ടെ നാഹെ ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം അവിടെ രണ്ട് ബ്രിഡ്ജ് ഹൗസസ് കാണാം. ബ്രിഡ്ജുമേ രണ്ട് ഹൗസസ് വെച്ചിരിക്കുന്നതായിട്ട് കാണാം. ആ ഒരു സ്പെഷ്യാലിറ്റി ഉള്ള ഏരിയയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അതിനോട് ചേർന്ന് ഒരു പാർക്കും അവിടെ അവർ സജ്ജീകരിച്ചിട്ടുണ്ട്. നല്ല ഈവനിങ്ങിനൊക്കെ വന്ന് നമുക്ക് ഒത്തുകൂടാനും വർത്തമാനം പറഞ്ഞിരിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. അങ്ങനെ വളരെ ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു പ്ലേസിലൂടെയാണ് ഞങ്ങൾ നടന്നു നീങ്ങുന്നത്. ഈ ഒരു ഓൾഡ് നോഹെ ബ്രിഡ്ജ് എന്ന് പറയുന്നത് 1332 മുതലുള്ള ചരിത്രം പറയുന്ന ഒരു ബ്രിഡ്ജ് തന്നെയാണ്. അതിൽ നിങ്ങൾക്ക് കാണാവുന്ന പോലെയുള്ള രണ്ട് ഹൗസസാണ്, ബ്രിഡ്ജ് ഹൗസസാണ് മെയിനായിട്ടുള്ളത്. ഈ ഒരു രാത്രികാല ദൃശ്യമൊക്കെ വളരെ ഭംഗിയേറിയതാണ്. ഈ ഒരു ബ്രിഡ്ജിന്മേ നമുക്ക് ഒരുപാട് ചരിത്രം പറയാനുണ്ട്. കാരണം നമുക്ക് വിക്കിപീഡിയയിൽ നിന്നൊക്കെ കിട്ടുന്ന ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് പ്രകാരം 1945 ജർമ്മൻ ട്രൂപ്സിൻ്റെ ഒരു അറ്റാക്ക് തന്നെ ഇവിടെ നടന്നിട്ടുണ്ടെന്നാണ് നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം 1956 ഈ ഒരു ബ്രിഡ്ജ് റീകൺസ്ട്രക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഈ ബ്രിഡ്ജിൻ്റെ താഴെ കൂടെ ഒഴുകിപ്പോകുന്ന ഈ ഒരു നദിയുടെ തീരത്തുള്ള പാർക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നല്ലൊരു സെൽഫി ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ബാത് ക്രോയ്സ്നയുടെ തന്നെ ഷോപ്പിംഗ് സ്ട്രീറ്റുകളിലേക്കാണ് പോകാനായിട്ട് ആരംഭിച്ചത്. അങ്ങനെ ഞങ്ങൾ നടന്ന് എത്തിയത് ഈ ഒരു സ്റ്റാച്യു, ഈ ഒരു പ്ലാക്കിൻ്റെ അടുത്തേക്കാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് 1938 ഇവിടെ ജൂയിഷിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. ആ ഒരു കമ്മ്യൂണിറ്റി പിന്നീട് വാനിഷ് ആവുകയും അതിൽ നിരവധി പേര് മരണപ്പെടുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു സ്മരണയ്ക്കാണ് ആ ഒരു പ്ലാക്യു അവിടെ വെച്ചിരിക്കുന്നത്. പിന്നീട് ഞങ്ങൾ നടന്നെത്തിയത് ഈ ഒരു മാർക്കറ്റ് പ്ലേസിലേക്കാണ്. കോൺ മാർക്കറ്റ് എന്നാണ് ഈ ഒരു പ്ലേസ് അറിയപ്പെടുന്നത്. അതായത് ബാത് ക്രോയ്സ്നയിലെ തന്നെ കമ്മ്യൂണിറ്റി, ആ ഒരു പീപ്പിൾ ഓഫ് കമ്മ്യൂണിറ്റി, ആ പീപ്പിൾ എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റുകളിലൊന്നാണ്. ഇതിൽ പല ദിവസങ്ങളിലായിട്ട് ഇവിടെ ഓരോ ചെറിയ ഫെയറുകൾ നടക്കും. അതായത് ഇപ്പോൾ ഇന്ന് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവിടെ ചെറിയൊരു ഫെയർ നടക്കുന്നുണ്ടായിരുന്നു. അത് അവിടെ കാറുകളുടെ ഒരു ഫെയർ ആയിരുന്നു. അതിന് ചുറ്റും നിങ്ങൾക്ക് കാണാം സിറ്റി ഗ്രില്ല്, അതുപോലെ തന്നെ ന്യൂയോർക്കർ എന്നീ കടകളിലൊക്കെ കാണാം. ഈ ഷോപ്പുകളൊക്കെ എപ്പോഴും ആളുകൾ ഡ്രസ്സ് എടുക്കാനും അതുപോലെ തന്നെ വിസിറ്റ് ചെയ്യുന്ന ഷോപ്പുകളിലൊന്നാണ്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു നല്ലൊരു ഐസ്ക്രീം ഷോപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഈ ഒരു കോൺ മാർക്കറ്റ് പ്ലേസിലേക്ക് ഞങ്ങൾ വന്ന് അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. നടക്കാൻ കാണാനും ഏറെയുള്ളൊരു സ്ഥലമാണ് ബാത് ക്രോയ്സ്ന. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് പ്ലാറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാനുള്ളത് നിരവധി വാഹനങ്ങളുടെ ഷോറൂമിൽ കൊണ്ടുവന്നിരിക്കുന്ന കാറുകളുടെ ഒരു ഡിസ്പ്ലേ തന്നെയാണ്. പിന്നെ ഡെക്കാത്ലോൺ അവരുടെ സ്റ്റോറിൻ്റെ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള സെയിൽസിൻ്റെ ഭാഗമായിട്ട് വെച്ചിരിക്കുന്ന സൈക്കിളുകൾ അവിടെ കാണാനായിട്ട് സാധിച്ചു. പിന്നെ ബെൻസ്, അതുപോലെ തന്നെ പല പല ബ്രാൻഡുകളും നിങ്ങൾക്ക് കാണാം ഇതിൽ.
കാറുകളുടെ ആ ഒരു ലോകത്ത് നിന്ന് ഞങ്ങൾ പതുക്കെ അങ്ങനെ നടന്ന് മുന്നോട്ട് വരുമ്പോഴാണ് ഈ കാണുന്ന ഒരു ഫൗണ്ടൻ നമ്മുടെ ക്യാമറ കണ്ണുകളിൽ പെട്ടത്. ഇത് കാണാനായിട്ട് വളരെ മനോഹരമായിരുന്നു. അത് നമ്മൾ നോക്കിയപ്പോൾ അതിൽ 1975 ആ ഒരു ഫൗണ്ടൻ അവിടെ കാൾ സ്റ്റൈനർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളാണ് ഈ ഫൗണ്ടൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു മാർക്കറ്റ് പ്ലാറ്റ്സിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഈ ഷോപ്പിംഗ് സ്ട്രീറ്റിലേക്കാണ് പിന്നെ ഞങ്ങൾ നടന്നു നീങ്ങിയത്. നമ്മൾ ഈ നടന്നു പോകുന്ന സ്ട്രീറ്റിന് രണ്ട് വശത്തുമായിട്ട് നിരവധി ഷോപ്പുകളാണ് കാണാനായിട്ട് സാധിച്ചത്. മ്യൂള്ളർ, അതുപോലെ തന്നെ സേയുണ്ട് അങ്ങനെയാണ് പറയുന്നത്, C&A. അപ്പോൾ അവിടെ കയറിയപ്പോൾ ഞങ്ങൾ കണ്ട ഈ യാക്കയുടെ കളക്ഷൻസൊക്കെ വളരെ സൂപ്പറായിരുന്നു. കാരണം നമ്മൾ ഇതുപോലെയുള്ള യാക്കയെ നമ്മൾ നാട്ടിൽ ഡെക്കാത്തലോൺ അതുപോലെ തന്നെയുള്ള ഷോപ്പുകളിലൊക്കെയാണ് നമ്മൾ കണ്ടിരുന്നത്. ഇവിടെ വിൻ്റർ സീസൺ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് യാക്കെ എല്ലാ കടകളിലും യാക്കെ അവൈലബിൾ ആയിരുന്നു. കാണുന്ന പോലെ അല്ല കേട്ടോ, ഇതൊരു 200-300 €ഒക്കെയാണ് റേഞ്ചാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല യാക്കകളൊക്കെ നോക്കാനായിട്ട് ഞങ്ങളങ്ങനെ ഷോപ്പിങ്ങിലായിരുന്നു. അതിൻ്റെ ഇടയിലാണ് എവിലിൻ്റെ ഈ ചെറിയ ചെറിയ കുസൃതിപ്പണികളൊക്കെ. സൂപ്പറാണോ? അങ്ങനെ നിരവധിയായിരുന്ന ആ യാക്കെ കളക്ഷൻസൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് ഈ ഒരു റോഡ് സൈഡിൽ ഇങ്ങനെ ഒരു സെയിൽ കണ്ടത്. അതായത് പുസ്തകങ്ങളുടെ ഒരു സെയിലായിരുന്നു. ഇവിടെ ഇപ്പോഴും ആളുകൾ നല്ല രീതിയിൽ പുസ്തകങ്ങളെ പ്രണയിക്കുകയും അതുപോലെ തന്നെ പുസ്തകങ്ങൾ വായിക്കാനും സമയം കണ്ടെത്തുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ വിൻ്റർ കളക്ഷൻ ആയതുകൊണ്ട് ഷൂയിലും നമുക്ക് വിൻ്റർ കളക്ഷൻ്റെ ഷൂസുകൾ അവൈലബിൾ ആയിരുന്നു. അങ്ങനെ സ്ട്രീറ്റിലൂടെ ഞങ്ങൾ മുന്നോട്ട് നടന്നു നീങ്ങി. ഈ ചിങ്കാരിക്ക് നല്ല ഇഷ്ടമാണ് ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ കാണുന്ന എല്ലാ ദിവസവും TV-യിലും മൊബൈലിലൊക്കെ ആൾ കാണുന്ന വീഡിയോസും റീൽസും എല്ലാം ഈ ഷോപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് എന്തെങ്കിലും വാങ്ങാതെ തിരിച്ചു വരാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആളെ കൊണ്ട് ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് എന്തെങ്കിലും ടോയോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും സ്റ്റിക്കറോ അല്ലെങ്കിൽ ഡ്രോയിങ്ങിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ കളറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ആയിട്ടായിരിക്കും വരിക. ഇവിടെ CD-കളും അവൈലബിൾ ആണ്. ഇപ്പോഴും ഇവിടെയുള്ള ജർമ്മൻ വീടുകളിൽ ഇപ്പോൾ നമ്മുടെ പല ഫ്രണ്ട്സിൻ്റെ വീട്ടിലും CD പ്ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ ഇപ്പോഴും CD ഇട്ട് പാട്ട് കേൾക്കാനും അതുപോലെ തന്നെ കുട്ടികൾക്കായാലും അവരുടെ സിനിമകൾ കാണാനൊക്കെ ആയിട്ട് അവർ CD-കൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ചെക്ക് ചെയ്തിരുന്നു ഇന്ത്യൻ CD-കൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. പക്ഷേ നമുക്ക് അവിടെ കിട്ടിയില്ല. ചിലപ്പോൾ മറ്റുള്ള ഷോപ്പുകളിൽ അവൈലബിൾ ആയിരിക്കാം. ഇതാ കണ്ടില്ലേ, ബുക്കുകളെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇവർ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ബുക്ക്. അതുപോലെ തന്നെ പാട്ട് കേൾക്കാനും അവർക്ക് ഭയങ്കര താല്പര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ജർമ്മൻ ഭാഷ പഠിക്കാനും CD-കൾ അവൈലബിൾ ആണ്. അത് ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. ആമസോൺ അതുപോലെയുള്ള പല വെബ്സൈറ്റുകളിലും അവൈലബിൾ ആയിട്ട് കാണുന്നുണ്ട്. അങ്ങനെ തപ്പി അവസാനം ആൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ഏരിയയിലേക്ക് എത്തിപ്പെട്ടു. പുള്ളിക്കാരത്തേക്ക് ഇപ്പോൾ നാട്ടിൽ നിന്ന് ഞങ്ങൾ വരുമ്പോൾ എൻ്റെ അമ്മ അവൾക്ക് കുറേ അധികം സ്ലൈഡുകൾ വാങ്ങിക്കൊടുത്ത് വിട്ടിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഹെയർ ബാൻഡുകൾ എൻ്റെ അമ്മ തന്നെ ഉണ്ടാക്കി അവൾക്ക് കൊടുത്തയച്ചിരുന്നു. അപ്പോൾ അതൊന്നും പോരാതെ ഇവിടെ വന്നിട്ട് വീണ്ടും ഇതുപോലെയുള്ള ഐറ്റംസ് വാങ്ങാനും എടുക്കാനാണ് താല്പര്യം. അങ്ങനെ ഞങ്ങൾ ഈ ഒരു മാർക്കറ്റിൻ്റെ ഈ ഒരു ഷോപ്പിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ക്രിസ്മസിൻ്റെ ഐറ്റംസും ഉണ്ടായിരുന്നു. കൂടുതൽ ക്രിസ്മസിൻ്റെ ഐറ്റംസാണ് ഇനി വരുന്ന സീസണിലൊക്കെ ഉണ്ടാവാമെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. ഹലോവിൻ്റെ ഭാഗമായിട്ട് അവിടെ വെച്ചിരുന്ന ഡെക്കറേഷൻസൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ നിന്ന് പിന്നെ കുറച്ച് നേരത്തിന് ശേഷം വീണ്ടും ഞങ്ങളുടെ നടത്തം കണ്ടിന്യൂ ചെയ്തു. ബാദ് ക്രോസിനയിലെ ഒരു മെയിൻ സ്ട്രീറ്റിൽ നിന്ന് അടുത്ത സ്ട്രീറ്റിലേക്ക് ഞങ്ങൾ ക്രോസ് ചെയ്യാണ്. അതായത് നമുക്ക് സിഗ്നലിൽ ക്രോസ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അതെല്ലാവരും സിഗ്നലിൽ വെയിറ്റ് ചെയ്യുകയാണ് ക്രോസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള അച്ചടക്കവും ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നമുക്ക് കാണാൻ പറ്റും അവിടെ സൈക്കിൾ ഉപയോഗിക്കുന്നവർക്കും അതുപോലെ തന്നെ ട്രോളി അതുപോലെ തന്നെ മറ്റുള്ള വാഹനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് പോകുന്നവർക്കും എല്ലാവർക്കും നല്ല രീതിയിൽ പോകാൻ പറ്റുന്ന പ്ലേസുകളാണ് അവിടെ കൺസ്ട്രക്ട് ചെയ്തിട്ടിരിക്കുന്നത്. അവരുടെ പേയ്മെൻറ്റ്സ് ആയാലും അവിടെ പാത്ത് വേസ് ആയാലും എല്ലാം.
ഇതൊക്കെ കണ്ടില്ല, ആ സ്ട്രീറ്റൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് കൊതിയാവും അല്ലേ. അവിടെ ആ മരങ്ങൾ സംരക്ഷിച്ചിരിക്കുന്ന രീതിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം ആ ഒരു മരം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വളരാനും അതുപോലെ തന്നെ അതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്ത്, നമ്മുടെ നാട്ടിൽ മറ്റേ ഇരുമ്പും കൂട്ടിലിട്ട് വയ്ക്കുന്ന പോലെയുള്ളൊരു സെറ്റപ്പ് അല്ല ഇവിടെ. വളരെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവർ ആ മരങ്ങളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ അപ്പുറത്ത് കാണാനായിട്ട് പറ്റും നിങ്ങൾക്ക് ആ സൈക്കിളുകൾ ഒക്കെ നമുക്ക് ലോക്ക് ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റിയ സ്റ്റാൻഡുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങൾ, വേസ്റ്റ് ബിൻസ്, ഇതൊക്കെ നമ്മുടെ നാട്ടിലും ഇതുപോലെ തന്നെ വരണം. എന്നാലേ നമുക്കും നല്ലൊരു ടൂറിസം നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. നമ്മൾ SGK എല്ലാം പറയുന്ന പോലെ നല്ല രീതിയിലുള്ള ടൂറിസം വരണമെങ്കിൽ നമ്മൾ നാട്ടിലുള്ള ആളുകൾ തന്നെ അതിൽ മുൻകൈ എടുക്കണം. നമ്മുടെ നാട്ടിലെ ആളുകൾ തന്നെ മുൻകൈ എടുത്താലേ ഇതൊക്കെ മുന്നോട്ട് നല്ല രീതിയിൽ ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. ഇതുപോലുള്ള നിരവധി ഷോപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു ഷോപ്പിൻ്റെ പേര് വുൾവർത്ത് എന്നാണ്. കുറച്ച് എന്താ പറയുക, ഹലോവീനുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസ്, അതുപോലെ തന്നെ നിരവധി പ്ലാസ്റ്റിക് ഐറ്റംസ്, പിന്നെ ഡെക്കറേറ്റീവ് ഐറ്റംസ്, ഒരു ഹോമിലേക്ക് വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് വുൾവർത്ത് എന്ന് പറയുന്നത്. കണ്ടത് സ്ട്രീറ്റ് ഏകദേശം ആളുകളൊക്കെ പിരിഞ്ഞു പോയി തുടങ്ങി. കാരണം നമുക്ക് അറിയാം ഇവിടെ ഒരു 6 മണി 7 മണി ആകുമ്പോഴേക്കും എല്ലാവരും വീടുകളിലേക്ക് പോകും. പിന്നെ ഈ കാണുന്ന ഒരു താരം തന്നെയാണ് ഇത്, ഇലക്ട്രിക് സ്കൂട്ടറാണ്. ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടേഴ്സാണ് നമുക്ക് ബാത്ത് ക്രൂയിസിനാലും അതുപോലെ തന്നെ മെയിൻ സിറ്റികളായ ഫ്രാങ്ക്ഫർട്ട്, അതുപോലെയുള്ള ബെർലിൻ, അതുപോലെയുള്ള സിറ്റികളിലൊക്കെ പോയി കഴിഞ്ഞാൽ കൂടുതലും കാണാനായിട്ട് സാധിക്കുക. ഞങ്ങൾ ഈ ഒരു വിസിറ്റ് നടത്തിയത് ഹലോവീൻ്റെ വീക്കുമായിട്ട് അടുത്ത് നിൽക്കുന്ന സമയത്തായതുകൊണ്ടായിരിക്കാം ഇതുപോലെയുള്ള ഹലോവീൻ്റെ ഡെക്കറേഷൻ ഐറ്റംസാണ് കൂടുതൽ അവിടെ കാണാനായിട്ട് സാധിച്ചത്. ഇതുപോലുള്ള സ്കെൽട്ടൺ ടൈപ്പ് ഫിഗേഴ്സ് ആയാലും അതുപോലെ ഹലോവീൻ്റെ ഓരോ സ്റ്റിക്കേഴ്സ് ആയാലും ഇതൊക്കെ ഇവിടുത്തെ ഒരു കൾച്ചർ അനുസരിച്ച് നമ്മുടെ വീടുകളിൽ ആ ഒരു സീസൺ അനുസരിച്ചാണ് നമ്മൾ വീടൊക്കെ ഡെക്കറേറ്റീവ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് കൂടുതലും ഈ ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ജർമ്മനിയിലെ ഒരു ബേക്കറിയിൽ നിന്നുള്ള വിഷ്വൽസാണ്. അതായത് നമുക്ക് ബ്രേസൽസ് എന്ന് പറയുന്ന ആ ഒരു ബേക്കറിയിലെ പലതരം ബ്രെഡുകളും കാര്യങ്ങളൊക്കെയാണ്, ബണ്ണ്, അതൊക്കെ ഇതിന് ഓരോന്നിനും ഓരോ പേരുകളുണ്ട്. നമ്മൾ നാട്ടിലെല്ലാം നമുക്ക് ബണ്ണാണ്, പക്ഷേ ഇവിടെ വിവിധ തരം ബ്രെഡുകൾ, എനിക്ക് തോന്നുന്ന ഒരു 300-400 തരം ബ്രെഡുകൾ. അത് വെറുതെ പറയണതല്ല, കാരണം വെച്ചാൽ ഒരു ബേക്കറി കഫറ്റീരിയ പോലത്തെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാലോ ബ്രെഡിൻ്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വെറൈറ്റി ബ്രെഡുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാം ഒന്നിനൊന്ന് എന്താ പറയുക ഡിഫറെൻ്റ് ആയിരിക്കും അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വൈറ്റ് ബ്രെഡും ബ്രൗൺ ബ്രെഡും മാത്രമല്ല, ഇവിടെ നമുക്കിപ്പോൾ നാട്ടിൽ മില്ലറ്റ് ബ്രെഡ് വരെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ഒരു ബ്രെഡിൻ്റെ കാര്യം സൂചിപ്പിക്കാതെ പോകാൻ വയ്യ. പിന്നീട് ഞങ്ങൾ ബാനൂഫിൻ്റെ അടുത്തേക്ക് എത്തി. ബാത്ത് ക്രൂയിസിനയുടെ മെയിൻ സെൻറ്ററാണ് ഈ ഒരു ബാനൂഫും. അതുപോലെ തന്നെ ബസ്സും നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടുന്നത്. ബസ്സും സുഗും ട്രെയിനും എല്ലാം നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നാണ് മെയിനായിട്ട് വരുന്ന ഒരു സ്റ്റേഷൻ. അപ്പോൾ അവിടേക്ക് എത്തി. അവിടെയും നമുക്ക് സിഗ്നലിൽ ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ കാണാം സൈക്കിളിന് പോകാനായിട്ട് മാത്രമായിട്ടുള്ള ഒരു റെഡ് ലൈനുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ. അപ്പോൾ സൈക്കിൾ യാത്രികർക്ക് എത്രത്തോളം സുരക്ഷ എത്രത്തോളം പരിഗണന അവർ നൽകുന്നു എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഈവനിങ് ടൈമായി കഴിഞ്ഞാൽ ഒരു 5 മണിക്ക് ശേഷം ആളുകൾ വളരെയധികം കുറഞ്ഞു തുടങ്ങും. നമ്മുടെ റോഡ് സൈഡിലായാലും ഇപ്പോൾ ഇതുപോലെയുള്ള ബസ് സ്റ്റേഷനിലായാലും. കാരണം എല്ലാവരും അതാ കാണുന്നതാണ് സുഗ് സ്റ്റേഷൻ, അതായത് റെയിൽവേ സ്റ്റേഷനാണത്. അപ്പോൾ നമ്മൾ പിന്നീടുള്ള യാത്രകളിൽ നമ്മൾ ട്രെയിനിൽ പോകുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസൊക്കെ നമുക്ക് വരുന്നുണ്ട്. സോ എല്ലാവരും ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിനെല്ലാം വളരെയധികം നന്ദി. എന്തായാലും മെനി താങ്ക്സ് ടു ഓൾ. ഈ ഒരു ഈവനിങ് അങ്ങനെ കഴിയാണ്. ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പും ഇവിടെ അവസാനിക്കുകയാണ്. തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഇനി വരുന്ന നമ്മുടെ എക്സൈറ്റിംഗ് വീഡിയോസ് സാർലാൻഡിലേതാണ്. സാർലാൻഡിലേക്ക് നമ്മൾ നടത്തിയ ട്രെയിൻ യാത്രയും ആ ഒരു ട്രെയിൻ യാത്രയുടെ എക്സ്പീരിയൻസും, അതുപോലെ തന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് ഫോൾക്ലിംഗൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. നമ്മുടെ ലോയിഡിൻ്റെ
വീട്ടിലാണ്. ലോയിഡ് നമ്മുടെ ഫ്രണ്ടാണ്, ലോയിഡ് ഗിൽസ. അതുപോലെ തന്നെ അവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അവരെയൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. സോ ആ ഒരു വീഡിയോ ആണ് നമ്മുടെ നെക്സ്റ്റ് എപ്പിസോഡുകളായിട്ട് വരുന്നത്. സോ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. See you on next video. Bye.